ആ മലയുടെ പേരെന്തായിരുന്നു? ജബൽ ജെയ്സ്. ഹിമാലയ മലനിരകൾ കിടക്കണ പോലെ പല ലെയറായിട്ട് കിടക്കണ്ടല്ലേ? ആദ്യം ഞങ്ങൾ യു എയിൽ വന്നപ്പോഴേ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ ആദ്യം ദുബായിൽ കറങ്ങാൻ പോയപ്പോ ഇവിടുന്ന് എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എക്സിറ്റ് പോണതിന് മുമ്പ് എല്ലാ എമിറേറ്റിലും പോകണമെന്ന്. ഇപ്പൊ എന്തായാലും ഉമ്മൽക്കോയിലിന് മാത്രമേ ഇനി പോകാത്തുള്ളൂ. അതെല്ലേ? അലയിലും പോയി, യു എ പോയി, ഐ മീൻ ദുബായിലെ ഷാർജ, അബുദാബി. ഷാർജയിൽ നിന്ന് വരുന്ന വഴി തന്നെ ആ സെയിം റൂട്ടാണ് അജ്മാനും ഉമ്മൽക്കോയിലും. അങ്ങനെ സിയാമോൾ അലൈനും അബുദാബിക്കും ഷാർജയ്ക്കും ദുബായിക്കും ശേഷം റാസൽ കൈമയുടെ തിരുവീതികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്നായിരുന്നു? അമലയുടെ ജബൽ ജെയ്സിലെത്തി. സിയാ കണ്ടോ ജബൽ ജെയ്സ്? എന്തോ ഏതോ ഒമാൻ? 41 കിലോമീറ്റർ. ആ ഓ 41 ഉള്ളൂ അല്ലേ? സ്ഥലങ്ങളാണ് ഇവിടെ. അങ്ങനെ പറഞ്ഞ പോലെ അങ്ങനെ സ്ഥലത്തിന്റെ ഒരു മൊത്തത്തിലൊന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു 3 days. പിന്നെ അവിടെ പോയിട്ട് ഹോട്ടൽസ് എടുക്കരുത്, അപ്പാർട്ട്മെന്റ് എടുക്കണം. അപ്പാർട്ട്മെന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാം. കണ്ണുകൾക്ക് അങ്ങ് പോവാ ചെയ്തേ, ബുക്ക് ചെയ്യാതെ. ബുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഫുജേറയിലൊക്കെ ഉള്ള അതേ ഇതല്ലേ? ഫുജേറയ്ക്ക് പോകുമ്പോ ഇതുപോലെ തന്നെയാണല്ലോ. ഫുജേറയിലും സിയാമോള് പോയിട്ടില്ലേടി? എന്റെ കൂടെ വന്നിട്ടില്ല ഒരു പ്രാവശ്യം. ഫുജേറയില് എന്തിനാ നിങ്ങൾ പോയെ? ഞാൻ അന്ന് അല്ല, ഇവള് കൊച്ചിനെ കൊണ്ടുപോയിട്ടില്ല അല്ലേ? പല്ല് തേക്കുന്നത് പല്ലി, ഗ്ലാസിന് കണ്ണിൽ വെക്കുന്നു. ഈ റാസൽ കൈമയുടെ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? പണ്ട് മുതലേ ഉള്ളൊരു ഓൾഡസ്റ്റ് സിറ്റിയിലാണ്. ഓൾഡസ്റ്റ് സിറ്റിയാണ് ഇത്. പഴയ സെറ്റിൽമെന്റ് അല്ലേ? പഴയ സെറ്റിൽമെന്റ് ആണ്. അതാണ് ആ നിങ്ങൾ വരുമ്പോഴുള്ള ബിൽഡിങ്ങുകളൊക്കെ മാറി മാറി വരുന്നതേ ഉള്ളൂ. ഒരു പുതിയ ഒരു ടൗൺ പ്ലാനോട് കൂടിയ ടൗൺ അല്ല. ഇവിടെ ഞങ്ങൾക്ക് ഓൾഡ് സിറ്റി, ന്യൂ ടൗണും ഉണ്ട്. ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് പഴയ നമ്മുടെ പത്തേമാരി സെറ്റപ്പ് ഇല്ലേ? പത്തേമാരി സിനിമയെ കാണുന്ന സെയിം ടൈപ്പ് കേട്ടു. ഇതിലെങ്ങാണ്ടൊക്കെയാണ് പണ്ട് വന്നോണ്ടിരുന്നല്ലേ ആൾക്കാര്? പണ്ട് അല്ല, അത് ഫുജേറ വഴിയാണ്. ഫുജേറയാണോ? കോർഫക്കാൻ ഫുജേറ വഴിയാണ് ആൾക്കാർക്ക് വന്നോണ്ടിരുന്നത്. ഇത് ഓൾഡസ്റ്റ് ടൗൺ ആണ്. ഈ നമ്മളാ സൗദിയില് പോകുമ്പോഴും ഇതുപോലത്തെ തന്നെ സെയിം ഇതുണ്ട്. അൽ ഷംസാർ. അത് ഏത് ബീച്ചാർന്നോടി റബേക്ക? നമ്മളാ സൗദിയിൽ പോവില്ലായിരുന്നു ആ ഒരു ബീച്ചില്? ആ അത് ഇതുപോലെ തന്നെ മലയും വഴി. ഈ ഇവള് പോയിട്ടില്ലേ അവിടെ? ഇതേപോലെ കൊറേ ട്രാവൽ ചെയ്യണം. സിക്ക് അറബി അറിയാമോ? അല്ല, ഞാൻ എപ്പോഴും ഈ ദുബായിലേ വണ്ടി ഓടിക്കുമ്പോ ആ ബുർജ് ഖലീഫ വരുമ്പോ ഞാൻ എപ്പോഴും ഓർക്കും സൈഡ് സീറ്റിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു വീഡിയോ എടുക്കാറുണ്ട്. പക്ഷെ ഇവളും കൊച്ചും പുറകിലായിരിക്കുമല്ലോ എപ്പോഴും, എപ്പോ വന്നാലും. പിന്നെ ആ നമ്മുടെ ദുബായ് എയർപോർട്ടിലേക്ക് വരുമ്പോഴും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും ഒക്കെ ഉണ്ടല്ലോ. അല്ല, പിന്നെ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇപ്പൊ ഈ ചൊവ്വയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ ചൊവ്വാഗ്രഹം കാണിക്കുന്ന മൂവീസിലൊക്കെ ജോർദാനാണ്. ജോർദാനില് ഈ സൗദി തബൂക്ക് ബോർഡർ ഉണ്ടല്ലോ, അവിടെ ഉള്ളൊരു സ്ഥലമുണ്ട്. ജോർദാനാണ്, പക്ഷെ സൗദിയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറാം. ഇതുപോലെയുള്ള മലകളാ, പക്ഷെ റെഡ് കളറാ. അതാണ് ചൊവ്വയായിട്ട് മറ്റേ ആ ഒരു മൂവി ഉണ്ടായിരുന്നില്ല, അതിലൊക്കെ കാണിക്കണേ. അപ്പോ അങ്ങനെയുള്ള പലതായിട്ടൊക്കെ ഇതും നമുക്ക് എടുക്കാം ശരിക്കും.
ഈ സ്ഥലമാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഈ ലോക്കൽ ഫാമേഴ്സ് ആണോ അത്? ഇവരുടെ കുറച്ച് മറ്റേ ആടിമാരൊക്കെ ഒറിജിനൽ ലോക്കൽസ് ആണോ? അതല്ലേ, ലോക്കൽസിന് ഇവിടെ അവരുടെ സ്ഥലമായിരിക്കും. പക്ഷെ ആൾക്കാർ മുഴുവൻ വേറെ ലേബേഴ്സ്, ആൾക്കാർ മുഴുവൻ പാകിസ്ഥാനികളും ബംഗാളികളും പ്രോപ്പർട്ടി ഉണ്ട് ഏറ്റവും മേളിൽ. അങ്ങോട്ടേക്ക് നമ്മൾ കയറ്റി വിടില്ല. അതായത് ഇതിന്റെ സ്ഥലത്തിന്റെ എൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ള സ്ഥലം അത് ഇവിടുത്തെ ഷെയ്ഖ് പാലസിന്റെ പ്രോപ്പർട്ടി. ഈ മലയുടെ അടിയിലൊക്കെ വീടേ, അല്ല ഒരു കല്ല് വീണാ പോരെ അങ്ങോട്ടല്ലേ? എന്ത് റിസ്ക് ആണ് അവിടെ വീട് വെക്കുന്നത്. അതും എല്ലാം കല്ല് സെപ്പറേറ്റഡ് ഇരിക്കുന്ന കല്ലുകളാണ്. ഒറ്റപ്പാറയല്ലല്ലോ. അത് അതിലൊരു വെള്ളച്ചാലുണ്ട്. അപ്പൊ അതിന്റെ കരയിൽ ആ ഒരു വീട് വെച്ചേക്കണതാണ്. അപ്പൊ മൃഗങ്ങളെയൊക്കെ വളർത്താൻ എല്ലാം എളുപ്പമുണ്ടല്ലോ. ജബൽ ജെയ്സിന്റെ എന്നാ പിൻവളവുകൾ, ഇതിനെന്നാ നമ്മൾ വയനാട്ടിലൊക്കെ പറയണത് എന്നാ ഹെയർ പിൻ വളവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഒരു വലിയ കൊക്കയാണ്. സിയാമോൾ, എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? എന്താണ് കൊച്ചിന് പറയാനുള്ളത്? സിയക്ക് എന്താ പറയാനുള്ളത്? സിയയുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? സൂപ്പറാണോ? സിയ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എല്ലാരും ഇങ്ങോട്ട് വരണോ? എല്ലാരും കമ്മിങ് ആണോ? കണ്ടില്ലേ? നമ്മളങ്ങനെ റാസൽ ഖൈമയിലെ ജബൽ ജെയ്സിന്റെ ടോപ്പിലെത്തി. ഇത് മുകൾ ഭാഗം, ഇതാണ് കയറി വരുന്ന വഴി. ഈ വഴിക്കിടെ നമ്മൾ കയറി വന്നേ, ആ ഫുള്ള് വഴിയല്ലേ? ഇവിടെ ഏതൊരു ഊള വന്നിട്ടുണ്ട്. ഊള കണ്ടോ? സിയ ഇഷ്ടായോ? സൂപ്പറാനോ? ഇവിടെ ഈ ലൈറ്റ് അല്ലേ, ഫോട്ടോ എടുത്തിട്ടും കാര്യമില്ല, ഭയങ്കര വെട്ട. ഹായ്. എന്നാർന്ന് പറയണേ? റോൾ കോസ്റ്റാ. അത് മോളിന്ന് തുടങ്ങി അവിടെ തീരുമെന്ന് തോന്നുന്നു അല്ലേ? സിപ്പ് ലൈൻ അവിടെയല്ലേ? ഈ പോണതേ. സിപ്പ് ലൈനുകാർക്ക് മുകളിലേക്ക് കയറിപ്പോ. ശരിക്കും ഉറക്കമേനുണ്ടോ? വാവക്കനോ? വേണ്ടേ? അതികൂടെ നോക്കാൻ പറ്റുമല്ലേ? എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കടി. സിയ എമ്മിയാണോ? സൂപ്പറാണോ? സിയ? ഹായ്. ജബൽ അൽ ജെയ്സോ? ജബൽ ജെയ്സ്. കേറി വരുന്ന വണ്ടിയൊക്കെ നോക്കിയാ അപ്പൊ കറക്റ്റ്. ആ കാറ് കാണാവോ? ആ കിടക്കുന്ന 4 കാറില് ആ സെന്ററിൽ കിടക്കുന്ന ബ്ലാക്ക് കാറ്, അതിന്റെ ഇത് പറഞ്ഞേ, വണ്ടി നമ്പർ പറഞ്ഞേ. ബ്ലാക്ക് കാറിന്റെ പറയണേ. പറ. 19472. 19472. ഇതില് കിട്ടില്ല. ഉണ്ടോ? പിള്ളേര് അവരെവിടെയാടി? ജബൽ ജെയ്സിലാണ്. റാസൽ ഖൈമ ജബൽ ജെയ്സ്. ഇരിക്കുന്നുണ്ടോ?
ദൂരദർശിനി അല്ലേ, ബൈനോക്കുലർ. അതിക്കിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. സിയ വെയിറ്റ്. അപ്പം നോക്കട്ടെ. കണ്ട വണ്ടി നമ്പർ വരെ കാണാം. വണ്ടി നമ്പർ കാണാമെന്ന് പറയുമ്പോൾ ഏത് വണ്ടിയാണെന്നറിയാമോ? ആ കിടക്കുന്ന പോയിന്റിൽ 4 വണ്ടി കിടക്കണ കണ്ടോ? അതിൽ നടുക്ക് കിടക്കുന്ന ആ വണ്ടിയുടെ നമ്പറാണ്. കാണിച്ചു തരാം. ഇതൊരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും ആയിട്ടാണ് പ്രശ്നം.